പലപ്പോഴും മാരേജൊക്കെ കഴിഞ്ഞിട്ട് കുറേ നാളുകൾക്ക് ശേഷം ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് ശേഷം കണ്ടുവരുന്ന ഒരു തരത്തിലുള്ള നെഗറ്റീവ് ബിഹേവിയർ പാറ്റേൺ ആണ് സ്റ്റോൺ വാളിംഗ് എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിരുന്ന 3 വളരെ നെഗറ്റീവായിട്ടുള്ള പാറ്റേൺസ് ആയിരുന്നു ക്രിറ്റിസിസം, കണ്ടംപ്റ്റ് ആൻഡ് ഡിഫെൻസീവ്നെസ് എന്ന് പറയുന്നത്. അതിനേക്കാൾ കുറച്ചും കൂടിയും സീരിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് സ്റ്റോൺ വാളിംഗ് എന്ന് പറയുന്നത്. പലപ്പോഴും ഈ ക്രിറ്റിസിസവും കണ്ടംപ്റ്റും ഒക്കെ കേട്ടതിന് ശേഷം അതിനോടൊന്നും പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കലൂടെ ആ വഴക്കൊക്കെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടായിരിക്കും പലപ്പോഴും ഒരാൾ സ്റ്റോൺ വാളിങ്ങിൽ ഏർപ്പെടാനായിട്ട് പോവുക. ഒരാൾ ഒരു ജോലി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് എത്താം. അദ്ദേഹം ചെയ്യാതിരുന്ന കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ പോരായ്മകളെയും കുറിച്ചിട്ട് കുറേ കംപ്ലൈൻറ്റുകൾ, ക്രിറ്റിസിസം ഒക്കെയും ഭാര്യ പറഞ്ഞതിന് ശേഷം അവയ്ക്ക് ചെവി കൊടുക്കാതെ പതിയെ അദ്ദേഹം TV ഓൺ ചെയ്ത് അതിന് മുമ്പിലിരിക്കാം. ഭാര്യ അപ്പുറത്ത് നിന്ന് അലമുറയിട്ടിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, നിങ്ങൾ അത് ചെയ്തിട്ടില്ല, നിങ്ങൾ ഇത്തരത്തിലുള്ളൊരു മനുഷ്യനാണ്, ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യത്തില്ല. അദ്ദേഹം അതിനൊന്നും റെസ്പോണ്ട് ചെയ്യാതെ പൂർണ്ണമായിട്ടും TV-യിൽ നോക്കി ഒന്നും മിണ്ടാതിരിക്കുക ചെയ്യുന്നത്. പലപ്പോഴും ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് അവിടെ ഒരു വഴക്ക് ഒഴിവാക്കാനായിട്ടായിരിക്കാം. പലപ്പോഴും സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല, അത്തരത്തിലൊരു നിസ്സഹായാവസ്ഥ മനസ്സിൽ കണ്ടിട്ടായിരിക്കാം. പക്ഷേ ഇതൊരിക്കലും ഒരു ആരോഗ്യപ്രദമായിട്ടുള്ള ഒരു പെരുമാറ്റ രീതിയല്ല. അദ്ദേഹം എത്രത്തോളം റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നോ അത്രത്തോളം ദേഷ്യത്തോടും ആവേശത്തോടും കൂടി ഭാര്യ അദ്ദേഹത്തെ വീണ്ടും ചോദ്യം ചെയ്യാനും ക്രിട്ടിസൈസ് ചെയ്യാനും മുന്നോട്ട് പോകും. അത് അദ്ദേഹത്തെ വീണ്ടും സ്റ്റോൺ കോൾഡായിട്ട് അവിടെ തന്നെ ഇരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. സാധാരണ നമ്മൾ മറ്റൊരാളെ കേൾക്കുന്ന സമയത്ത് നമ്മൾ അവരെ ഡിസൈൻ ചെയ്യുന്നു എന്ന് അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൂളുകയും തലയാട്ടുകയും ഒക്കെ ചെയ്യും. പക്ഷെ സ്റ്റോൺ വാളിംഗ് ചെയ്യുന്ന ഒരാൾ ഇതൊന്നും ചെയ്യത്തില്ല, ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുകയായിരിക്കും ചെയ്യുക. പലപ്പോഴും പ്രശ്നങ്ങൾ അവിടെ ഉന്നയിക്കുന്ന ആൾ ഇത് കണ്ട് വളരെയധികം ബുദ്ധിമുട്ടി വേദനിച്ച് വീണ്ടും വീണ്ടും ആക്രോശത്തിലേക്കും ദേഷ്യത്തിലേക്കും പോകുന്നത് നമുക്ക് കാണാം. ഇത്തരത്തിലുള്ളൊരു ബിഹേവിയർ ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കുക. ഇത് പലപ്പോഴും ഒരു റിലേഷൻഷിപ്പിൻ്റെ തുടക്കത്തിലേക്ക് കാണാൻ സാധിക്കില്ല. അപ്പോഴൊക്കെ കൂടുതൽ കംപ്ലൈൻറ്റും ക്രിറ്റിസിസവും കണ്ടംപ്റ്റ് ഒക്കെ ആയിരിക്കും കൂടുതൽ കാണാൻ സാധിക്കുക. പക്ഷെ റിലേഷൻഷിപ്പ് വളരെ മുന്നോട്ട് പോയി 1-2 വർഷമൊക്കെ കഴിയുമ്പോഴായിരിക്കും ഇത്തരത്തിലുള്ള ഈ സ്റ്റോൺ വാളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള നെഗറ്റീവ് ബിഹേവിയർ പുറത്തേക്ക് വരിക. സോ ഇത്തരത്തിലുള്ള ബിഹേവിയർ നിങ്ങളുടെ ഇടയിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, എത്രയും പെട്ടെന്ന് ഇവയിലെ മാറ്റം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക.